എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു റെസിപ്പിയാണ് ഇന്നത്തേത്. നല്ല മോയിസ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്ക് വിത്ത് ഫ്രോസ്റ്റിംഗ്. മറ്റ് കേക്കുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിനായി 1/2 കപ്പ് പാല് റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർക്കാം. വിനെഗറിന് പകരം നാരങ്ങാനീര് ചേർത്താലും മതി. ഇതിന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വയ്ക്കാം. 1 കപ്പ് മൈദ, വെയ്റ്റ് 125 ഗ്രാംസ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് അവൻ പ്രീഹീറ്റ് ചെയ്യാനായി വയ്ക്കാം. 325 ഫാരൻഹീറ്റ് അഥവാ 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അടുത്തതായിട്ട് കേക്ക് ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം. അതിനായി ഒരു വലിയ ബൗളിലേക്ക് 1/2 കപ്പ് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ എടുക്കുന്നു. വെയ്റ്റ് 50 ഗ്രാംസ്. കൊക്കോ പൗഡറിൽ ധാരാളം തരികളുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലൊന്ന് അരിച്ചെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതാ ഇപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബട്ടർ മിൽക്ക് ചേർക്കാം. വീണ്ടും ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. വലിയ സൈസിലുള്ള 1 മുട്ട. അടുത്തതായിട്ട് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ചേർക്കാം. ഈ സമയത്ത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർക്കാം. 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗറാണ് ചേർക്കുന്നത്. വെയ്റ്റ് 200 ഗ്രാംസ്. ചെറിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട് പൊടിക്കാതെ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ബീറ്റർ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത്. വിസ്ക് ഉപയോഗിച്ച് ചെയ്താലും മതി. 2-3 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതിയാവും. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയി കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം. അപ്പോൾ അതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചാണ് ചേർക്കുന്നത്. ഞാനൊരു വിസ്ക് കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്താലും മതി. ഇപ്പം ബീറ്റർ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ലോ സ്പീഡിലിട്ട് സാവധാനത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി തിക്ക് ബാറ്ററൊന്നുമല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ കിട്ടിയിരിക്കുന്നത്. ഇനി ട്രേയിലേക്ക് കപ്പ് കേക്ക് ലൈനേഴ്സ് വയ്ക്കാം. ഇനി ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിക്കാം. അപ്പോൾ ലൂസ് കേക്ക് ബാറ്റർ ആയതുകൊണ്ട് തന്നെ ഒഴിക്കാൻ എളുപ്പത്തിനായിട്ട് ഇതുപോലെ ഒരു മെഷറിംഗ് കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കപ്പിലും 1/4 ഭാഗം വരെ മാത്രമേ ബാറ്റർ ഒഴിക്കാവൂ. അതല്ലെങ്കിൽ ഓവർഫ്ലോ ആയി പോകും. 15 കപ്പ് കേക്ക്സിനുള്ള ബാറ്ററാണ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നത്. 6 കപ്പ് കേക്ക്സാണ് ഈ ഒരു ട്രേയിൽ തയ്യാറാക്കാവുന്നത്. ഇനിയും കേക്ക് ബാറ്റർ ബാക്കിയുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. ആദ്യത്തെ സെറ്റ് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ബാറ്റർ ഒഴിച്ച് ബാക്കി കപ്പ് കേക്ക്സും തയ്യാറാക്കാം. അപ്പോൾ അത്രയും ഡിലേ വന്നു എന്ന് വിചാരിച്ച് കേക്ക് ബാറ്ററിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എല്ലാ കപ്പ് കേക്ക്സും നന്നായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കപ്പും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എയർ ബബിൾസ് പോകാനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാനായി അവനിലേക്ക് വയ്ക്കാം. ഇത് ബേക്കായി കിട്ടാൻ 18 തൊട്ട് 22 മിനിറ്റ് വരെ എടുക്കും. എനിക്കിവിടെ 20 മിനിറ്റിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പെർഫെക്റ്റായി ബേക്കായെന്ന് അറിയാൻ ഒരു സ്ക്യൂർ കൊണ്ടൊന്ന് കൊത്തി നോക്കാം. നല്ല ക്ലീനായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേ ട്രേയിൽ തന്നെ നമുക്ക് അടുത്ത സെറ്റ് കപ്പ് കേക്ക് വയ്ക്കണം. അതുകൊണ്ട് ഇത് ഈ രീതിയിൽ ഈ ട്രേ ഒന്ന് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കപ്പ് കേക്ക് ഇതിൽ നിന്നും വിട്ടുപോരും. ഇതാ ഈ രീതിയിൽ. ഇനി നമുക്കിത് മാറ്റി ഒരു റാക്കിലേക്ക് വെച്ചിട്ട് ബാക്കി കപ്പ് കേക്ക് തയ്യാറാക്കാം. അങ്ങനെ ഇവിടെ എല്ലാ കപ്പ് കേക്ക്സും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൂർണ്ണമായിട്ട് തണുക്കാൻ അനുവദിക്കാം. അടുത്തതായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 100 ഗ്രാം ബട്ടർ കൊണ്ടാണ് ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചെറിയ ഡിസൈനൊക്കെ ആണെങ്കിൽ ഇത്രയും കപ്പ് കേക്ക്സിന് 100 ഗ്രാം ബട്ടർ മതി. അപ്പോൾ വലിയ ഡിസൈനൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഡബിൾ എമൗണ്ട് ബട്ടർ എടുത്ത് ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആണെങ്കിൽ വേഗത്തിൽ സോഫ്റ്റ് ആക്കി എടുക്കാം. ഇത് സ്വല്പം ഒന്ന് തണുത്താണ് ഇരിക്കുന്നത്. എങ്കിലും കുഴപ്പമില്ല. കുറച്ച് സമയം ഏറെ ബീറ്റ് ചെയ്താൽ മതി. നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും.
ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർക്കാം. 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. വെയിറ്റ് 25 ഗ്രാംസ്. ഇതും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലിപ്പോൾ കൊക്കോ പൗഡറിന് പകരമായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്താലും മതി. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഫ്രോസ്റ്റിംഗ് ആണ് നമ്മൾ നേരത്തെ ഷെയർ ചെയ്ത ചോക്ലേറ്റ് ട്രസ്ലെച്ചസ് കേക്കിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ വിപ്പിംഗ് ക്രീമിലാണ് ചോക്ലേറ്റ് ചേർത്തിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ ബട്ടറിലും ചോക്ലേറ്റ് ചേർത്താൽ മതി. കൊക്കോ പൗഡർ കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. 1 കപ്പ് ഐസിങ് ഷുഗറാണ് ചേർക്കുന്നത്. വെയിറ്റ് 125 ഗ്രാംസ്. അപ്പോൾ ഇത് ഒരുമിച്ച് ചേർത്താൽ മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് സ്പാറ്റില കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. 1 തൊട്ട് 1.5 കപ്പ് വരെ ഐസിങ് ഷുഗർ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. അഥവാ ഇത് ചേർക്കുന്ന സമയത്ത് ക്രീം അല്പം ടൈറ്റായി പോയി എന്ന് തോന്നിയാൽ 1-2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് ബീറ്റ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കുക. പലതവണയായിട്ട് 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. ഇനി ഇത് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് സ്പാറ്റില കൊണ്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഇതാ ഞാനിവിടെ ഈ ഒരു രീതിയിൽ ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഫ്രോസ്റ്റിങ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ഒരു ടിപ്പാണ് ഇടുന്നത്. സ്റ്റാർ നോസിൽ വിൽട്ടൻ്റെ 1M ടിപ്പാണിത്. അപ്പോൾ ഈ രീതിയിൽ ടിപ്പ് ഇട്ടതിന് ശേഷം അളവ് നോക്കി പാകത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് മറിച്ചെടുക്കുക. ഒന്നെങ്കിൽ ഇതുപോലെ കയ്യിലിട്ട് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലിട്ട് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ക്രീം വെച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ മുഴുവൻ ഒരുമിച്ച് ഫില്ല് ചെയ്യുന്നില്ല, കുറച്ച് ഫില്ല് ചെയ്ത് അത് ഫ്രോസ്റ്റിംഗ് ചെയ്തതിന് ശേഷം ബാക്കി ആവശ്യത്തിനനുസരിച്ച് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഈ രീതിയിൽ കയ്യിൽ നിന്നും ബാഗ് തിരിച്ചെടുക്കാം. ഇനി ഇതിനുള്ളിൽ എയർ ബബിൾസ് ഉണ്ട്. അപ്പോൾ അത് പോകാനായിട്ട് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു സ്ക്രാപ്പർ കൊണ്ട് ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ അതിലെ എയർ ബബിൾസ് എല്ലാം പോയിട്ട് നന്നായിട്ട് ഫില്ലായി കിട്ടും. അപ്പോൾ ഇടയ്ക്ക് എയർ ബബിൾസ് ഇരിപ്പുണ്ടെങ്കിൽ കവർ ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുത്താൽ മതി ഇതുപോലെ. അതിനുശേഷം വീണ്ടും സ്ക്രാപ്പർ കൊണ്ട് നന്നായിട്ട് ടൈറ്റാക്കി എടുക്കുക. ഈ രീതിയിൽ എയറൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം എടുത്ത് ചുരുട്ടി ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 തരം ഡിസൈനേ ചെയ്യുന്നുള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന റോസ് ഫ്ലവർ, പിന്നെ ഈ രീതിയിൽ കോൺ പോലെ മുകളിലോട്ട് ചുറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് കൊണ്ട് പലതരത്തിലുള്ള ഡിസൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ടേസ്റ്റും ടെക്സ്ചറും ഉള്ള കപ്പ് കേക്കാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ഫ്രോസ്റ്റിങ് കൂടി വന്നാൽ പറയേണ്ട കാര്യമില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പിയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളോട് ചോദിക്കാൻ മടിക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.